ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ക്യാരറ്റ് വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഷേക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാനായിട്ട്. ഉച്ചയ്ക്ക് ആ ഒരു വെയിലിന്റെ ചൂടിലൊക്കെ കുടിക്കുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ തണുക്കും കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത്രയും ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ചെറിയ സൈസുള്ള ക്യാരറ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിനു വേണ്ടി ക്യാരറ്റ് എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ. അതായത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് കുറേ ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ വാടുമല്ലോ, അങ്ങനെ വാടിയ ക്യാരറ്റ് ഒന്നും എടുക്കാണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഞാൻ ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അതേപോലെ രണ്ട് സൈഡും കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിന്റെ സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ബാക്ക് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാണ് കേട്ടോ. ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഒരുപാട് ചെറുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മളിത് ഓൾറെഡി വേവിച്ചെടുക്കാൻ പോണതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇതേപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാണ്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഞാനിപ്പോ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു പാത്രത്തിൽ ഇട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഇത് ആവശ്യത്തിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരു 3 വിസിൽ വേവിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ക്യാരറ്റ് ഒക്കെ നന്നായിട്ട് തന്നെ വെന്ത് ഉടഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. നല്ലോണം തണുത്ത ശേഷം മാത്രമാണ് നമുക്ക് ഷേക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പൊ നന്നായിട്ട് തന്നെ തണുത്ത് കിട്ടും. ഇനി നമുക്ക് ക്യാരറ്റ് ഒക്കെ നല്ലോണം തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് മിക്സിന്റെ ജാറിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. മധുരമൊക്കെ ഓരോരുത്തരെ ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ ക്യാരറ്റിൽ അതിങ്ങനെ ഒരുപാട് മധുരമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മധുരം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നല്ല കട്ട പാലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ പാല് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഫ്രീസറിൽ വെച്ചിട്ട് കട്ടാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കട്ടയും കുറച്ച് നോർമലായിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല കട്ടയായിട്ടുള്ള പാല് ചേർത്ത് കൊടുത്താലായിരിക്കും നമ്മുടെ ഷേക്കിന് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ക്രീമി ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഒന്നുകൂടി ടേസ്റ്റ് കൂടാനും വേണ്ടിയിട്ട് ഞാൻ ഒരു റോബസ്റ്റ പഴം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതും കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഷേക്ക് റെഡി കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഷേക്കും കൂടിയാണ് കേട്ടോ. കാരണം ക്യാരറ്റ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലൊരു സംഭവമാണ്. പിന്നെ നമ്മുടെ സ്കിന്നിനും എല്ലാത്തിനും ക്യാരറ്റ് നല്ലതാണ് കേട്ടോ. പിന്നെ അതിന്റെ മുകളിലായിട്ട് 2 സ്പൂണ് കുറച്ച് വനില ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഐസ്ക്രീം കൂടുതൽ ഇടാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഷേക്ക് ഉണ്ടാക്കുന്ന ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ 2 സ്പൂണൊക്കെ ഇട്ടിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും. മേലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ നട്ട്സ് ഒന്നും കയ്യിലില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അതാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അപ്പൊ ഇനി ഇതേപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് ഒക്കെ കിട്ടുന്ന ടൈമിൽ ഇതുപോലെ ഒന്ന് ഷേക്ക് ഉണ്ടാക്കി നോക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. കുട്ടികൾക്കല്ല വലിയവർക്കും ഇഷ്ടമാവും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ലാ. താങ്ക് യു.